ഈ മാല കിട്ടിയത് കുളത്തിൻ്റെ കരയിൽ നിന്ന് കിട്ടിയ ഇരട്ടക്കുട്ടിയുള്ള ഒരു കൊച്ചിൻ്റെ മാലയാണ്. മോൻ്റെ കൂടെ ഇവിടെ വന്നിട്ടപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ കൊച്ചിൻ്റെ കഴുത്തിൽ കിടക്കണം. ഈ സംഭവത്തിലെ പോലീസിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് സംശയം തോന്നി ഇവിടെ കഴക്കൂട്ട CIക്ക് പരാതി കൊടുത്തായിരുന്നു 28-ാം തീയതി. അപ്പൊ അവര് അതിനെ തുടർന്ന് അന്വേഷിച്ച് ഞങ്ങളെ വീട്ടിലൊന്നും വന്നിട്ടില്ല. 2 തീരെ സ്കൂളിൽ ചെന്നെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു. അപ്പൊ പരാതി കൊടുത്ത കുട്ടികളെ വീട്ടിലൊന്നും ചെന്നിട്ടില്ലെന്നാണ് അറിഞ്ഞത്. അപ്പൊ ഞങ്ങളെ വീട്ടിലും അവർ അന്വേഷിച്ച് വന്നിട്ടില്ല. നമസ്കാരം. കഴിഞ്ഞ 28 ദിവസങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിലുണ്ടായിരുന്ന സൂരജ് എന്ന് പറയുന്ന ഒരു കുട്ടി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമൊപ്പം അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോയതായിരുന്നു. പക്ഷെ പിന്നീട് ആ കുട്ടി കുളത്തിൽ മുങ്ങി മരിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു. സംഭവ സമയത്ത് നമ്മൾ ഈ വീട്ടിലെത്തിയിരുന്നു, അച്ഛനും അമ്മയോടൊക്കെ സംസാരിച്ചിരുന്നു. അന്ന് തന്നെ തന്റെ മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള ഒരു ആരോപണം, സംശയം അവർ ഉന്നയിച്ചതാണ്. ഇപ്പോൾ ഈ 28 ദിവസം കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ അതിലും നിരവധി ദുരൂഹതകളുണ്ട് എന്നാണ് ഈ കുടുംബം പറയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്നത് അവരിൽ നിന്ന് തന്നെ അറിയാം. ചേച്ചി, ഇങ്ങനെ ഒരു സംശയം, പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം കിട്ടുമ്പോൾ എന്താണ് സംശയത്തിനുള്ള പ്രധാന കാരണം? സംശയത്തിലെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മുങ്ങി മരണമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം മുങ്ങി മരിച്ച് വെള്ളം കുടിച്ചിട്ടില്ല റിപ്പോർട്ടില്. മുങ്ങി ഇടണമെന്ന് വെള്ളം കുടിക്കാതെ എങ്ങനെയാണ് ഒരാൾ മരിക്കുന്നത്? പിന്നെ അവന്റെ കണ്ണിലൊക്കെ മണ്ണുണ്ടായിരുന്നു, മൂക്കിലും ബ്ലഡിന്റെ ഇതുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, അതുകൊണ്ട് ഞങ്ങൾ അറിയാന്നുള്ളവരെ കൊണ്ട് വായിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞു തന്നത് ഞങ്ങൾക്ക്. പിന്നെ അതുമല്ല, ഈ പോസ്റ്റ്മോർട്ടം മോർച്ചറിയിലാണ് ഈ കുളിക്കാൻ പോയ 2 കുട്ടികളുടെ അച്ഛന് ജോലി. അപ്പം ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് സംശയം. കുട്ടി മുങ്ങി മരിച്ചതല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചതെന്നാണ് കരുതുന്നത്? സംഭവിച്ചത് എന്തായാലും കുളക്കടവില കരയിൽ അടി നടന്നെന്ന് അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞായിരുന്നു. അത് നടന്നതിലല്ല ഒരു കുട്ടിയെടുത്ത് കുളത്തിൽ എറിയണത് കണ്ടെന്ന് അടുത്തുള്ളവരൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ എന്തോ സംഭവിച്ചാണ് മരണം എന്നാണ്. ഈ സംഭവത്തിലെ പോലീസിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് സംശയം തോന്നി ഇവിടെ കഴക്കൂട്ട CIക്ക് പരാതി കൊടുത്തായിരുന്നു 28-ാം തീയതി. അപ്പൊ അവര് അതിനെ തുടർന്ന് അന്വേഷിച്ച് ഞങ്ങളെ വീട്ടിലൊന്നും വന്നിട്ടില്ല. 2 തീരെ സ്കൂളിൽ ചെന്നെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു. അപ്പൊ പരാതി കൊടുത്ത കുട്ടികളെ വീട്ടിലൊന്നും ചെന്നിട്ടില്ലെന്നാണ് അറിഞ്ഞത്. അപ്പൊ ഞങ്ങളെ വീട്ടിലും അവർ അന്വേഷിച്ച് വന്നിട്ടില്ല. കാര്യമായിട്ടുള്ള ഇടപെടൽ ഇല്ല, നടക്കുന്നില്ലെന്ന് തന്നെയാണോ? ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അറിയാമോ? സൂരജിന്റെ സുഹൃത്തുക്കളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അറിയാമോ? പ്രശ്നങ്ങളായിട്ടെന്ന് പറയുമ്പോൾ അതിൽ ചില കുട്ടികൾക്ക് മയക്കുമരുന്നിന്റെ ഇതുമായിട്ടൊക്കെ ഇടപാടുണ്ടെന്ന് പറഞ്ഞ് അറിയാം. അപ്പൊ അങ്ങനെയുള്ള വൈരാഗ്യം ഉണ്ടോന്നൊരു സംശയമുണ്ട്. സൂരജ് രാവിലെയാണെന്ന് തോന്നല് കുളിക്കാൻ വേണ്ടി പോകുന്നത്? ഇല്ല, അവൻ ഇവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു. അവൻ അങ്ങനെ മഴ പെയ്താൽ വെളിയിൽ ഇറങ്ങൂല. അവൻ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങാറാണ് പതിവ്. അപ്പം 11 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. അവ ചേച്ചി പല്ലി വെച്ചിട്ട് ഇവിടെ ഇരുന്നപ്പോഴാണ് കൈലാസ് എന്ന് പറഞ്ഞ കുട്ടി വിളിച്ച് അങ്ങനെ പോയത്. അപ്പം അവര് കുളിക്കാനാണ് വിളിച്ചത്. കുളിക്കാൻ പോകുന്നിട്ട് ഓന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോയി. എന്നും നടന്നു പോണ ബസ്സിലാണ് പോയത്. 12:45-നും 12:30-ക്കൊക്കെ കണ്ടവരുണ്ട് മോൻ നടന്നു പോണത്. 12:30-ക്ക് കുളിക്കടവിലോട്ട് നടന്നു പോണത് കണ്ടവരുണ്ട്. കുളിക്കാൻ പോയ സമയത്തുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കൊപ്പം അവിടെ നിന്ന് 2 പേരെ കൂടെ ചേർന്നു എന്ന് പറയുന്നത്, അതെന്താണ് സംഭവം? അത് ബൈക്കിൽ വന്ന 2 പേരെന്നാണ് പറയണത്. +1-ന് പഠിക്കുന്ന കുട്ടികളെന്നാണ് പറയണത്. അവന്റെ കൂടെ കുളിക്കാൻ പോയ പിള്ളേരാണ് പറഞ്ഞത്. 2 കുട്ടികൾ അല്ലാതെ ചെന്നത് തുണ്ടത്ത് സ്കൂളിൽ +1-ന് പഠിക്കണം എന്നാണ് പറഞ്ഞത്. അവരൊക്കെ പേരുകൾ ഇപ്പൊ അറിയാം. സൂരജിന്റെ ബന്ധു കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും എന്താണുള്ളത് അവര് കൂടെ നമ്മളോട് വ്യക്തമാക്കുകയാണ്. ചേച്ചി, എന്താണ് ഇപ്പോ അമ്മ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരുപാട് സംശയങ്ങളുണ്ടല്ലോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മോൻ മരിച്ച ടൈം സ്ഥിരീകരിച്ചിട്ടില്ല ഡോക്ടർ. പിന്നെ പോസ്റ്റ്മോർട്ടത്തിൽ മോന്റെ മൂക്കിന് ചോര വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ചോര വന്നതെന്നും ഡോക്ടർ അതിൽ പറയുന്നില്ല. പിന്നെ അത് മാത്രമല്ല, മോന്റെ കൈയൊക്കെ നല്ല നീല കളറായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം മരിച്ച് ഇത്ര ടൈം കഴിയുമ്പോൾ മാത്രമല്ലേ ഒരു ബോഡി ഇതാവത്തുള്ളൂ. പക്ഷേ ഇത് പെട്ടെന്ന് ഇങ്ങനെ നീല ആവണമെങ്കിൽ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ കുളത്തിന് അവിടെ എന്തോ സംഭവിച്ച് അവിടെ എന്തൊക്കെയോ ആണ് പ്രശ്നങ്ങളാണ് എന്തോ ഇങ്ങനെ വന്നത്. അല്ലാതെ സ്വയം മുങ്ങി മരിക്കണമെങ്കിൽ എന്തായിട്ടും വെള്ളം വയറ്റിപ്പോവും. ഇതിപ്പോ ലങ്സിൽ മണ്ണ് മാത്രമാണ് കയറിയിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അല്ലാണ്ട് സ്വയം മുങ്ങി മരിക്കാൻ അവൻ വിഡ്ഢിയല്ലല്ലോ. ആ കുളത്തിൽ അവൻ ഇതും കൂടെ കൂട്ടി 5ാമത്തെ തവണയാണ് പോണം. അപ്പൊ അവൻ സ്വയം മുങ്ങി മരിക്കണമെങ്കിൽ അവന് ബോധമില്ല ആ കുളത്തിൽ ഇത്രയും ആരമുണ്ട്, എങ്ങനെ ഇറങ്ങിയ വീഴും എന്നൊക്കെ ഉള്ള ചിന്തിക്കാനുള്ള കഴിവ് അവനുണ്ട്. അപ്പൊ അവിടെ പോയി അന്വേഷിച്ചപ്പോ പറഞ്ഞത് അവിടെ അടിപിടിയൊക്കെ നടന്നതായിട്ട് പറയുന്നുണ്ട്.
പിന്നെ ഇവൻ ഇവിടെ നിന്ന് 12:30 പോയത് കണ്ടവരുണ്ട്. എന്തായാലും 12:45 അവിടെ എത്തത്തുള്ളൂ. ഞങ്ങളൊരു 1:30-1:45 അവനെ കാണാനില്ല എന്നുള്ള വാർത്ത അറിയുന്നത്. ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എന്തായാലും മുങ്ങി മരിക്കാൻ ഉള്ളൊരിതില്ല. പിന്നെ പോയി കൂടെ ഉള്ള കുട്ടികളാരും നിലവിളിച്ച് ഒച്ച വെച്ചോ അവിടെ ആളെ കൂട്ടിയിട്ടില്ല. അവര് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ അവരിങ്ങ് ജംഗ്ഷനിൽ വന്നാണ് ആളെ വിളിച്ച് കൂട്ടിയത്. പക്ഷെ നമ്മൾ അന്വേഷിച്ച് പറഞ്ഞത് ആ ചുറ്റുപാടും താമസക്കാരുണ്ട്, അവർക്ക് വിളിക്കാനാണെങ്കിൽ അപ്പൊ തന്നെ വിളിച്ച ആളെ കൂട്ടായിരുന്നു. അപ്പൊ അവരത് വിളിച്ചു കൂട്ടിയില്ല. പിന്നെ ഫയർഫോഴ്സ് വന്നപ്പോഴത്തേക്കും അവര് മുങ്ങിയ സ്ഥലം പറഞ്ഞില്ല, ഓരോരുത്തരും ഓരോ ദിക്കാണ് കാണിച്ച. ഇപ്പൊ നമ്മളൊരു 10 പേര് പോകുമ്പോൾ 10 പേര് ഒരുപോലെ പറയണ്ടേ? ഇതിപ്പോ ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുന്നു. അപ്പൊ അതും ഒരു സംശയമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നതും ഒരു സംശയമാണ്. ഇത് പറഞ്ഞതുപോലെ ചേച്ചി പറഞ്ഞ പോലെ ആ കുട്ടിയുടെ അച്ഛൻ അവിടെ വർക്ക് ചെയ്യുന്നതല്ലേ. അപ്പൊ പിന്നെ അവർക്ക് അത് തിരുത്താൻ വഴിയുണ്ട്. ഡോക്ടർക്ക് സ്വാധീനിക്കാമല്ലോ ഡോക്ടറെയും. പിന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടം എന്തുകൊണ്ട് ഇത്രയും താമസിച്ചെന്ന് ചോദിച്ചപ്പോൾ അത് ഡോക്ടറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് അവിടെ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കുഞ്ഞ് മരിച്ചിട്ട് 6 ദിവസത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. ഇവന്റെ ഒരു 27 ദിവസം കഴിഞ്ഞ് കിട്ടുമ്പം ഡോക്ടറെ സ്വാധീനിക്കാനും വഴിയില്ലേ? അതാണ് എനിക്കുള്ള ഡൗട്ട്. ഈ അബദ്ധവശാൽ മുങ്ങി മരിച്ചതാണെങ്കിൽ ശരീരത്തിൽ ഒരു തുള്ളിയെങ്കിലും വെള്ളം കാണണ്ടേ എന്നതാണ് പ്രധാന സംശയം. അതെ, സംശയം. പിന്നെ അത് മാത്രമല്ല, മോനെ കുളത്തിൽ നിന്ന് എടുത്ത് കിടത്തുന്ന ടൈമില് ആ എടുത്ത ഫോട്ടോസ് നമ്മളെ കയ്യിലുണ്ട്. അതിൽ കവിളിന്റെ ഇവിടെ ഒരു മോതിരത്തിന്റെ പാടുണ്ട്. പിന്നെ നെറ്റിയുടെ ഈ ഭാഗത്ത് ചുമന്ന് നീലിച്ച് കിടപ്പുണ്ട്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കിടക്കുന്നത് ഒരു പാടോ ഒന്നുമില്ല. അപ്പൊ ആ ഡോക്ടറിന് എന്താ കണ്ണില്ലേ പാട് വന്നത് കാണാൻ വേണ്ടിയിട്ട്? മോതിരത്തിന്റെ പാടെന്ന് പറയുന്നത് ഇടികൊണ്ടുള്ളൊരു പാട്. പിന്നെ ഇവിടെയായിട്ട് ചുമന്ന് നീലിച്ച് കിടപ്പുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞ ഒരു പാടും ഇല്ലെന്ന്. അപ്പൊ അത്രയും പാട് കിടക്കുമ്പോഴത്തേക്കും ഡോക്ടർ അത് കണ്ടില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ നമുക്ക് സംശയമുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ സംശയമുണ്ട്. ഇതിലിപ്പം പ്രധാനമായിട്ടും കുട്ടി മരണപ്പെട്ടത് ഏകദേശം 2 മണിക്ക് അടുത്താണെന്ന് പോലീസ് പറയുന്നുണ്ടല്ലോ. അപ്പൊ പോസ്റ്റ്മോർട്ടത്തിൽ അങ്ങനെ ഒരു സമയം ഇല്ലെന്നാണ്. സമയം എഴുതിയിട്ടില്ല. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സമയം എഴുതിയിട്ടില്ല. മോന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ടൈം എഴുതിയിട്ടുള്ളൂ. അവൻ മരിച്ച ടൈം, അതായത് അവര് മരണം സ്ഥിരീകരിച്ച ടൈം അതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. ഇപ്പൊ ഒരു ഡോക്ടർ മരണം സ്ഥിരീകരിച്ചിട്ട് മാത്രമാണല്ലോ അവർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പോലീസിനോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ ടൈമാണ് 2 മണി. പക്ഷെ ഇത് ഡോക്ടർ ടൈം അതിൽ എഴുതിയിട്ടില്ല. സൂരജിന്റെ അച്ഛനാണ്. അച്ഛൻ ഈ പറയുന്നത് പോലെ ഒരുപാട് സംശയങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ കൊണ്ടുപോയി ചതിച്ചതെന്നാണ് നമ്മളെല്ലാവരും ഉറപ്പ്. പിന്നെ അവൻ എന്തായാലും വെള്ളത്തിൽ നീന്താൻ അറിയാം. പിന്നെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അവന് നിലവെള്ളം ചവിട്ടി നിൽക്കാനും അറിയാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വയം അവന് ചെയ്യേണ്ട ഒരിതുമില്ല. ഇവിടെ വീട്ടിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തുണ്ടെങ്കിലും അച്ഛൻ ഇല്ലെന്നുണ്ടെങ്കിലും അമ്മേനെ അനിയത്തിയെ നോക്കാമെന്നുള്ള ഒരു വാക്ക് അവൻ തന്നിട്ടാണ് പോയത്. പിന്നെ അടിപിടി ദുശീലങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല. പക്ഷേ ഇവനെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയവനെ വിളിച്ചാണ് കൊണ്ടുപോയത്. മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, സമയം എഴുതിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഈ സ്കൂളിൽ ചെറിയ വിഷയങ്ങളുണ്ടായി. ചേങ്കുട്ടണത്ത് വെച്ച് അടിപിടിയായി. അതിലുള്ള 2 പയ്യന്മാരാണ്. ഇവർ 9 പേര് പോയതിൽ 2 പേര് ബൈക്കിൽ വന്നെന്ന് പറഞ്ഞു. ആ വന്നതിൽ ഒരാളെ അറിയാം, പക്ഷെ മറ്റേ പയ്യനെ അറിഞ്ഞുകൂടാ. ആ ഒരു പയ്യനാണ് ഈ വോയിസ് ഇട്ടിരിക്കുന്നത്. അവന്റെ ഫോട്ടോ ആണ് ഇത്. ഇത് ഈ പയ്യനാണോ പറയുന്നത്? ഈ പയ്യനാണ് പറയുന്നത്. ആരെടുത്താ പറഞ്ഞത്? വേറൊരു മരണം ഉടൻ തന്നെ ഉണ്ടാവും. അത് സൂരജിന്റെ അനിയന്റെ അടുത്ത്. അനിയനെന്ന് പറഞ്ഞാ എന്റെ കൊച്ചിച്ചന്റെ മോൻ. അപ്പൊ മൊറയ്ക്ക് അങ്ങനെ മാമനായിട്ട്, എന്നാലും അങ്ങനെയല്ല, അവൻ കൂട്ടുകാരനെ കണക്കാണ് അവര് നടക്കണത്. എന്റെ കൊച്ചിച്ചന്റെ മോന്റെ അടുത്താണ് പറഞ്ഞത്. അതായത് സൂരജിന്റെ മരണത്തിന് തൊട്ട് പിന്നാലെയാണോ ഇങ്ങനെ? അത് 2-3-4 ദിവസം കഴിഞ്ഞപ്പോ ഇവൻ എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചായിരുന്നോ? ഇവര് എന്താന്ന് വെച്ചാ ഇവന്റെ വേറെ കൂട്ടുകാരന്മാര് ഇവിടെ വന്നായിരുന്നു. അപ്പം എന്തോ വിഷയത്തിൽ അടിപിടി ആയപ്പം അവൻ അങ്ങനെ മെസ്സേജ് ഇട്ടതാണ്. എന്താ അതിൽ പറയുന്നത്? ക്ലിയർ ആയിട്ട് പറയണത്, നിന്റെ ചേട്ടൻ സൂരജ് പോയ കണക്ക് നിന്നെ അങ്ങ് പറഞ്ഞു വിടാം. ഇപ്പൊ നിന്റെ ചേട്ടന്റെ മരിപ്പ് കഴിഞ്ഞേലുള്ളൂ, ഇനി അടുത്ത ഒരു മരിപ്പ് നിന്റെ വീട്ടിൽ കാണുമെന്ന് അങ്ങനെയാണ് പറയണത്. പോത്തങ്കോട് കൂടെ പഠിക്കുന്നത് +1 തുണ്ടത്തെ സ്കൂളില് ഇപ്പൊ +1 കയറിയത്.
10-18 വയസ്സാവും, എന്നാലും +1 ഇപ്പൊ കയറി ചെയ്ത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂടെ പോയ സുഹൃത്തുക്കളൊക്കെ അമ്മ സംസാരിച്ചിരുന്നല്ലോ അവരുമായിട്ട്. സംസാരിച്ച് അപ്പം അവര് അന്ന് വിളിച്ചപ്പം പല രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ അതിനുശേഷം വിളിച്ചിട്ടില്ല. അതിനുശേഷം വിളിച്ചില്ല. പിന്നെ മോൻ്റെ ഒരു കൂടെ പഠിക്കാൻ ഒരു പെൺകൊച്ചിന് കുളിക്കാൻ പോയുള്ള ഒരു പയ്യൻ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കേൾപ്പിച്ചാൽ നോക്കി. കൈലാസ് ഇട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമല്ലോ, ഞങ്ങളെ പറയണത് എന്നൊക്കെയാണ്. കേൾപ്പിച്ച ഓഡിയോ പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, അത് അതിനുശേഷമാണ് കിട്ടിയത്. അല്ല, അത് അതിനുശേഷം പോലീസിൽ അറിയിച്ചോന്ന്? ഇല്ല, പോലീസുകാർ അന്വേഷിച്ച് വന്നിട്ടില്ല. അതാണ് സത്യം. അവര് വന്നിട്ടില്ല. വന്നാൽ മാത്രമാണല്ലോ നമുക്കിത് അവരെ കേൾപ്പിക്കാൻ പറ്റത്തുള്ളൂ. അവർ വന്നിട്ട് അതെ. പിന്നെ നമ്മൾ പരാതി കൊടുക്കുമ്പോഴും അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് നോക്കാം എന്നുള്ളൊരു മറുപടിയാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ നമ്മളത് അവരെ കേൾപ്പിച്ചിട്ടില്ല. തുണി 5 ദിവസം ആവും മുമ്പ് അവർ കോടതിയിൽ വിട്ടു. തുണി കേസ് എടുക്കുന്ന മുമ്പ് തന്നെ തുണി കോടതിയിൽ വിട്ടു. 5 ദിവസം ആയപ്പോ തുണി വിട്ട്. ഫോൺ അവരെ കയ്യിലുണ്ട്. അത് ഫോണ് ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോൺ എപ്പോ വേണമെങ്കിലും തരാന്ന്, SIക്ക് എപ്പോ വേണമെങ്കിലും തരാൻ താല്പര്യമുണ്ട്. പക്ഷേ മോന്റെ കേസിന്റെ ഫയലും ഡീറ്റെയിൽസ് ഒക്കെ നോക്കണ പോലീസ് ആ സാറ് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ട് തരാന്ന്. പക്ഷേ കഴക്കൂട്ട സ്റ്റേഷനിലെ SIക്ക് എന്തോ അലസമായ രീതിയിൽ ഫോൺ എപ്പോൾ വേണമെങ്കിലും തരാമെന്നുള്ളൊരു രീതിയാണ്. അതായത് അന്വേഷണങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ള ഇതില് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വേണ്ട, റിപ്പോർട്ട് വന്നതിന് ശേഷം മതി എന്ന് പറഞ്ഞു. അന്വേഷണം അത്ര തൃപ്തികരല്ല. ഫോണ് പരിശോധിച്ചില്ല. ഞങ്ങളടുത്ത് ലോക്ക് ചോദിച്ചു. അപ്പൊ ഞങ്ങൾക്ക് അറിയാന്നുള്ള രീതിയിൽ ലോക്ക് അത്രയും പറഞ്ഞു കൊടുത്തപ്പോ അതല്ലെന്നും പറഞ്ഞാണ് സാറ് വിളിക്കണത്. അപ്പൊ അവർ ഇതുവരെയ്ക്ക് അവന്റെ ഫോൺ നോക്കിയിട്ടില്ല. അപ്പൊ അവർക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും മുങ്ങി മരിച്ചെന്നുള്ള രീതി തീർക്കാനാണ് അവർക്ക് താല്പര്യം എന്ന് തോന്നുന്നു. അപ്പൊ അവരെ കിട്ടി. അവന്റെ വാട്സപ്പിലെ DP എടുത്ത് നോക്കിയത് ഒറ്റതേ ഉള്ളൂ. വാട്സപ്പിലെ DP ജസ്റ്റ് നോക്കിയത്. ഇവിടെ ഒരുത്തായി ഒരു പെണ്ണിന്റെ പേര് കയറി തൂങ്ങിയിട്ട് അവനെ ഇതുവരെ ഒന്നും ചെയ്തില്ല. അവളിപ്പോഴും സ്കൂളിൽ വന്ന് എല്ലാം ചേർക്കണം. പിന്നെ അവന് എന്തിനെന്ന് പറയാം, അബദ്ധാവശമൊന്നും മരിച്ചു പോയതിന് നമ്മൾ കൊന്ന്, പിന്നെ അവനെ മുക്കി കൊന്നു, പിന്നെ അവിടെ താന്ന് പോയി ചവിട്ടി താത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞവരാണ്. എന്തായിരുന്നു അവിടെ കിടന്ന് അടിയുണ്ടാക്കി. അവന്റെ അമ്മയൊക്കെ വിളിക്കുക, എന്റെ ഫോളാണ് അവന്റെ അമ്മ വിളിക്കണം അവനെ കിട്ടാൻ. എന്നിട്ട് നമ്മളൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് പറയണത് എന്തൊരു അടിസ്ഥാനത്തിലാണ്? അവനെ കൊല്ലണായത് എനിക്ക് എന്റെ വീട്ടിൽ കിടന്നവൻ എനിക്ക് കൊന്നുകൂടി. അതൊന്നും കാര്യമില്ല. അബദ്ധത്തിൽ മരിച്ചുപോയി അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് കൊച്ചിന്റെ കേസ് തെളിയണം. എന്താണെന്ന് വെച്ചാൽ ആകെപ്പാടെ ഉള്ളൊരു കൊച്ചാണ്. അപ്പം പിന്നെ അതിനെ കൊന്നതിൻ്റെ ഇത് നമുക്കറിയണം. അതിനേ പറ്റുള്ളൂ. മുങ്ങി മരിച്ചതാണെങ്കിൽ വെള്ളം കുടിക്കത്തില്ലേ? വെള്ളം കുടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് തെളിഞ്ഞേ പറ്റുള്ളൂ. ഞങ്ങൾക്കറിയണം എങ്ങനെ മരിച്ചെന്ന്. ഞങ്ങൾക്ക് തെളിയണം. ഞങ്ങൾക്ക് കാശും പണമൊന്നും ഞങ്ങൾക്കില്ല. പാവങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടണം, മാത്രമേ പറയാറുള്ളൂ. അമ്മ, നമ്മളീ പറയുന്നത് പോലെ ചോദിക്കാൻ പ്രത്യേകിച്ച് ആരും കാണില്ലെന്നുള്ളൊരു ധൈര്യമാണോ ഇതിന്? ഞങ്ങൾക്ക് പണവുമില്ല, ഞങ്ങൾക്ക് ആൾബലമൊന്നുമില്ല. ഞങ്ങൾ അന്നോടൊന്ന് പോയി അന്നോടൊന്ന് കഴിയുന്ന ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനും പറയണം ആരും ഇല്ലാത്തതിനെ കൊണ്ടാണ്. അവർക്ക് പൈസയുണ്ട്. ആ കുട്ടികളെ അമ്മമാർക്ക് നല്ല കാശുള്ള ടീമുകളാണ്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. അവൻ്റെ അച്ഛനും കൂലിപ്പലിക്കണക്കാരനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കയറിക്കിടക്കടന്ന് തന്നെ ഞങ്ങൾക്ക് 100 സെൻറ്റ് പെരയിടമെന്നുള്ളത്. അതിൽ ഗവൺമെൻറ് തന്ന വീടാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് കാശൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങൾക്കറിയണം ഇതെങ്ങനെയാണ് കൊച്ചു മരിച്ചത്. ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ഞങ്ങൾക്ക് ആകെ ഉള്ള ഒരു ആന്തരിയാണ്. അതിന് വീട്ടിൽ ഉറങ്ങിക്കിടന്ന കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയി ഇങ്ങനെ വരുത്തിയത് ഞങ്ങൾക്ക് അറിയണം. അവൻ്റെ മുഖത്ത് പാടും, നെറ്റിയിൽ കവാലത്തിലെ പാടും, നെറ്റിയിൽ പാടുമുണ്ട്. ഇടി കൊണ്ടേണ്ട നല്ല പാടുണ്ട്. ഒരിക്കലും അവൻ സ്വയം മുങ്ങി മരിക്കത്തില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അവന് വീട്ടിലെ ദാരിദ്ര്യവും എല്ലാം അവനറിയാം. അങ്ങനെ കണ്ട് വളർന്ന കൊച്ചാണ്. അപ്പോൾ ഒരിക്കലും അവൻ അങ്ങനെ അത് ചെയ്യത്തില്ല. അവനെ അമ്മയും സഹോദരിയും നോക്കണമെന്നും അവൻ നല്ല ആഗ്രഹമുണ്ട്. അവന് പോലീസ് ആവണമെന്നും ആണ് അവൻ്റെ ആഗ്രഹം വരുന്നത്. ആദ്യമേ പറയുമായിരുന്നു.
അവന് പോലീസ് ആവണം, അവന് ജോലി വാങ്ങിക്കണം, പഠിച്ച് ജോലി വാങ്ങിക്കണം എന്നുള്ള നല്ല ആഗ്രഹമുള്ള കൊച്ചാണ്. അപ്പോൾ അവ ഒരിക്കലും മുങ്ങി മരിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടണം, ഞങ്ങൾക്ക് അറിയണം ഞങ്ങളെ കൊച്ചിന് എന്ത് പറ്റിയത് ഞങ്ങൾക്ക് അറിയണം. അവർക്ക് പണമുള്ള ടീമായതിനെ കൊണ്ട് അവർ പൈസ വരി എറിയുന്നു, ഞങ്ങൾക്ക് പൈസ ഇല്ല വരി എറിയാനായിട്ട്, നമുക്ക് ആൾബലവും ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ. സൂരജിന്റെ മരണത്തിന് ശേഷം സുഹൃത്തുക്കൾ ആരെങ്കിലും ഇങ്ങോട്ട് വരിക? ഇവിടെ ആരും വന്നിട്ടില്ല, ഒരു കുട്ടികളും വന്നിട്ടില്ല, ആരും വിളിച്ചിട്ടുമില്ല. ആ ഇരട്ട കുട്ടികളെ ഏറ്റവും ഇളയ കൊച്ചിനെ ആ കൊച്ചിൻ്റെ അമ്മ കൊണ്ടുപോകും, സ്കൂളിൽ കൊണ്ടാക്കും, തിരിച്ച് വിളിച്ചുകൊണ്ട് പോകും. ആ ഇരട്ട കുട്ടികൾ 2 എണ്ണം ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. ഇങ്ങനെ ഒരു ഇതും ഇല്ലെങ്കിൽ പിന്നെ അവരെന്തിനാ പേടിക്കുന്നത്? അവർക്ക് സ്കൂളിൽ പോയിക്കൂടി? അവർ സ്കൂളിൽ പോയിട്ടേ ഇല്ല ഇതുവരെ. ഇളയ കൊച്ചിനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ തള്ള കൊണ്ടുപോകും, തള്ള വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യും, കൊണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനെയില്ല പേടിക്കാം. മറ്റുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോകണം. അപ്പോൾ ഈ 2 കുട്ടികൾ എന്താ പോകാത്തത്? ഒരു മാല അവിടെ നിന്ന് കിട്ടി, കുളത്തിന് കിട്ടി. അത് ഈ ഇരട്ട കുട്ടികളുള്ള ഒരു കൊച്ചിൻ്റെ കഴുത്തിലുള്ള മാലയാണ്, പൊട്ടിയാണ് കിട്ടിയത്. അവിടെ നിന്ന് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത് മാല. അത് ഈ ഇരട്ട കുട്ടിയുള്ള ഒരു ചെറുക്കൻ്റെ കഴുത്തിൽ, ഇവിടെ ആ ചെറുക്കൻ കൊച്ചിനെ വിളിക്കാൻ വരുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ചെറുക്കൻ്റെ കഴുത്തിൽ കിടന്ന മാലയാണ്, പൊട്ടിയതാണ് കിട്ടിയത്. അപ്പോൾ അവിടെ ഒന്നും നടക്കാതെ ഈ കഴുത്തിൽ കിടക്കുന്ന മാല എങ്ങനെയും പൊട്ടൂലല്ലോ. അപ്പോൾ അവിടെ എന്തോ കുളത്തിൽ എന്തോ അടിപിടി സംഭവം നടന്നു. ഇവിടുന്ന് 12:30 ഇവിടുന്ന് പോയത്, 11:30 ആയപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങിയത്. 12:30 പോയിട്ട് 2 മണി ആയപ്പോഴത്തേക്ക് കൊച്ചു മരിച്ചെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് എന്തായാലും മുങ്ങി മരിക്കാനുള്ള ഇതില്ല. മാത്രമല്ല സൂരജിനെ കുളത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ അമ്മ അത് ഉണ്ടായിരുന്നു, ഞാനും എൻ്റെ മോളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കുളത്തിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കര കൊണ്ടുവന്ന് പരമ്പ് വിരിച്ച് ഇങ്ങനെ കിടത്തേണ്ട രംഗമാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ആരോട് ചോദിച്ചിട്ടും ആരും ഒന്നും പറഞ്ഞില്ല. കൊച്ചെവിടെയെന്ന് വെച്ച് ആരും പരസ്പരം മൂത്ത് നോക്കണമില്ലാതെ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ കണ്ടത് എടുത്ത് ഇങ്ങനെ പരമ്പ് വിരിച്ച് കൊണ്ടുവന്ന് കിടത്തുന്നത്. അത് 2-3 പ്രാവശ്യം അതിൽ മുക്കി കഴുകുന്നത് കാണിച്ചിട്ടുണ്ട്. മുഖത്ത് തുളിയായത് 2-3 പ്രാവശ്യം മുക്കി കഴുകുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെ പരമ്പ് വിരിച്ച് ഇങ്ങനെ കിടത്തുന്നതുമാണ് ഞങ്ങൾ കണ്ടത്. വയറ് നല്ലോണം ഒട്ടിക്കിടക്കുന്നു, ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. മുങ്ങി കുടിക്കുന്നവരെ വയറ് നമ്മൾ ഈ TV യിലൊക്കെ കണ്ടിട്ടുണ്ട്. മുങ്ങി കുടിക്കുന്നവരെ വയറ് വെള്ളം പെരുവിയിരിക്കും, വയറിൽ പിടിച്ച് താക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് അങ്ങനെ ഒന്നുമില്ല, വയറ് ഒട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പം വെറും വയറോടാണ് പോയത്, അതേപോലെ കിടക്കുന്നു, ഒരു തുള്ളി വെള്ളമില്ല. മുങ്ങി കുരയ്ക്കുന്ന കൊച്ചിൻ്റെ വയറ്റിൽ എന്തായാലും വെള്ളം കുടിക്കും. അതുമല്ല അവൻ ആ 4ാമത്തെ പ്രാവശ്യം ആ കുളത്തിൽ കുളിക്കാൻ പോകണം. അവന് എവിടെ ചുഴിയുണ്ടെന്നൊക്കെ അവനറിയാം. അവൻ പൊങ്ങി വരാനുള്ള ഇത് അവനുണ്ട്, അതിനുള്ള ആരോഗ്യവും പൊക്കവും ഉണ്ട് അവന്. അപ്പോൾ പിന്നെ എന്തായാലും അവൻ സ്വയം മുങ്ങി മരിച്ചതല്ല, അവൻ മുങ്ങിയതുമല്ല. ഇതാരോ കൊന്നതാണ്. ഞങ്ങൾക്ക് സംശയം നല്ലതുപോലെയാണ് അവനെ കൊന്നതാണെന്നാണ് എനിക്ക് സംശയം. ഞാൻ അന്നേ പറഞ്ഞു, ഞാൻ ഈ ബോഡി എടുത്ത് കെടുത്തിയപ്പോഴത്തേക്ക് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, കൊച്ചിനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കൊന്നത് എന്നു തന്നെ. എനിക്ക് സംശയം കുട്ടിയെ കൊന്നത് തന്നെ. കൂട്ടുകാർ ആ സുഹൃത്തുക്കളായിട്ട് മുൻപൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നല്ലേ? ഇവിടെ വരും, ഇവിടെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഇവിടെ വരും പിള്ളേർ, 2-3 പിള്ളേർ ഇവിടെ വരും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, ആ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് 9 കുട്ടികൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് ഒരു കൊച്ചു മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ചോദിച്ച് അവിടെ നിൽക്കണോ, നീ ഉറങ്ങിക്കിടന്ന കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയി കൊന്നാടാന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചു ഓടിക്കളഞ്ഞു. പിന്നെ ഞങ്ങൾ അവൻ്റെ കൂട്ടുകാർ ആരെയും കണ്ടിട്ടില്ല. അതേപോലെ ആംബുലൻസിൽ വണ്ടി കയറ്റിയപ്പോൾ കൂടെ പോവാൻ കൂട്ടുകാരെ വിളിച്ചിട്ട് ഒരു കൂട്ടുകാരും പോയില്ല. പിന്നെ നമ്മളെ ഒരു ബന്ധു ചെറുക്കനാണ് പോയത് കൂടെ, ഒരു കൂട്ടുകാർ ആരും കയറിയിട്ടില്ല അതിൽ. ഈ പാർട്ടിപരമായിട്ട് ആരെങ്കിലും ഇതിൽ ഇടപെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അവർ ആ ചെറുക്കൻ്റെ മാമന്മാരൊക്കെ പാർട്ടിയിലുള്ളതാണെന്നാണ് പറയുന്നത്, ചേട്ടന്മാർ. അപ്പം അങ്ങനെയൊക്കെ കാണുമായിരിക്കും. നമുക്ക് പാർട്ടിയും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്നതല്ല. നമ്മൾക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ ഒരു വോട്ട് ഇടുന്നത് ആര് നിൽക്കുമോ അവർക്ക് നമ്മൾ കൊണ്ടിട്ട് കൊടുക്കും. അല്ല, ഞങ്ങൾ ഒരു പാർട്ടിയിലും ഉള്ളതല്ല. ഈ മാല കിട്ടിയത് കുളത്തിൻ്റെ കരയിൽ നിന്ന് കിട്ടിയ ഇരട്ട കുട്ടികളുള്ള ഒരു കൊച്ചിൻ്റെ മാലയാണ്. മോൻ്റെ കൂടെ ഇവിടെ വന്നിട്ടും ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ആ കൊച്ചിൻ്റെ കഴുത്തിൽ കിടക്കണം. സതീഷ് എന്ന് പറയുന്ന കൊച്ചിൻ്റെ മാലയാണ് ആ കൊച്ചിൻ്റെ കഴുത്തിൽ കിടക്കണ കട. ഇത് ഞങ്ങൾക്ക് കുളക്കടവിൽ നിന്ന് കിട്ടിയതാണ്. മരിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളൊരു ആൾക്കാർ പോയപ്പോഴത്തേക്ക് ഞങ്ങളെ കയ്യിൽ കിട്ടിയ മാലയാണ്. ഇത് ആ കൊച്ചിൻ്റെ കഴുത്തിൽ കിടന്ന മാലയാണ്. ഇത് പൊട്ടി കിടക്കുകയാണ്. ഇതേപോലെ പൊട്ടിയാ കിടന്നത്, ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ മാലയും കൂടെ കണ്ടപ്പോൾ എന്തെങ്കിലും സംശയം? ഞങ്ങൾക്ക് സംശയമുണ്ട്, ഉറപ്പായിട്ട് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങളെ കൊച്ചിനെ കൊന്നതാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെങ്കിൽ ഈ അവർ ആരെയും വിളിക്കുകയില്ല, വീണ സ്ഥലം അവർ പറഞ്ഞു കൊടുക്കത്തില്ലേ. ഇവർ അവിടെ ഇത് ഫയർഫോഴ്സ് വന്നപ്പം അവിടെയാണ് ഇവിടെയാണ് എന്ന് 300 സ്ഥലം പറഞ്ഞു കൊടുത്തവർ. എന്നിട്ടാണ് പിന്നെ അവരെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് അവർ വേറെ ആരെയും വിളിച്ചത്, അവർ വന്ന് മുങ്ങിയെടുത്തത്. എന്നിട്ടും അവർ സ്ഥിരം സ്ഥലം പറഞ്ഞു കൊടുത്തില്ല. അപ്പം അതിൽ തന്നെ ദുരൂഹതയില്ലേ. അതിൽ പിന്നെ തള്ളെ ആരും വിളിച്ചിട്ടില്ല.
സൂരജിൻ്റെ അമ്മയെ ഒരു പിള്ളേരും വിളിച്ചിട്ടില്ല. അവന്മാരാരും സ്കൂളിൽ പോകുന്നതുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. പിന്നെ ആ 2 ഇരട്ട കുട്ടികളെ അച്ഛനും മോർച്ചറിയില്ല ജോലി. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തിയാണെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് പോലീസിനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് സംശയമുണ്ട് അന്ന് പോസ്റ്റ്മോർട്ടം വന്നത് ഇപ്പോഴാണ് വന്നത്, ഇന്നലെ കിട്ടിയത്. അതിന് മുമ്പ് പരാതി കൊടുത്തിട്ട് അവരാരും വന്ന് ഇവിടെ തിരക്കിയിട്ടൊന്നുമില്ല. പരാതി കൊടുക്കാൻ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ചാനലിൽ പറഞ്ഞെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പോവാതിരുന്നത്. കഴക്കൂട്ട സ്റ്റേഷനില്ലേ ഒന്ന് കൊടുത്തിട്ടുണ്ട്, അവരതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ അവിടെ ആശുപത്രി ചോദിച്ചപ്പം പോലീസുകാർക്ക് എപ്പോൾ വേണമെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവിടെ വന്നാൽ അനിവാര്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഇതുവരെയ്ക്കും അവിടെ നിന്ന് മേടിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് കിട്ടിയതിലെ കോപ്പി വെച്ച് ഞങ്ങൾ ഒന്നുകൂടെ അവിടെ പരാതിപ്പെടാനായിട്ട് പോകാൻ ഇറങ്ങിയതാണ്.